കാന്തൻ വന്നിടുവാൻ കാന്തയെ ചേർക്കുവാൻ കാലമായി നാളങ്ങടുത്തു പോയി. ഒരുങ്ങിയിരിക്കുന്നോരൊരുക്കിയ വീട്ടിലും ചേരും സമയവും ആസന്നമാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിലൂടെയുള്ള ചിന്തകളിൽ നാം ഇന്നും തുടരുകയാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 284 എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. 37 അധ്യായത്തിൽ യോസഫിനോട് അവൻ്റെ സഹോദരന്മാർ വളരെ ക്രൂരമായ നിലയിൽ പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. നിഷ്കളങ്കനായ ആ യുവാവിനോട് അവൻ്റെ സഹോദരന്മാർ ചെയ്ത ആ ക്രൂരതയുടെ 6ാമത്തെ ചിത്രം കഴിഞ്ഞ ഭാഗത്തിൽ നാം ഓർക്കുകയുണ്ടായി. 37 അധ്യായം ഉൽപ്പത്തി പുസ്തകം 18 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യോസഫിന് വിരോധമായി ദുരാലോചന ചെയ്തു എന്നുള്ളത് നാം കണ്ടു. തുടർന്ന് നാം ഇന്ന് 7ാമത്തെ അവരുടെ ക്രൂരകൃത്യത്തിലേക്ക് കടക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് അവർ 7ാമതായിട്ട് യോസഫിനോട് ചെയ്തത്? 23 വാക്യം 37 അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ യോസഫ് ഉടുത്തിരുന്ന നിലയെങ്കി അവർ ഊരി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ഊരിയ നിലയെങ്കി അവരെന്ത് ചെയ്തു എന്നുള്ളത് 31 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസഫിൻ്റെ അങ്കി എടുത്ത് രക്തത്തിൽ മുക്കി. അത് അവിടെയും നിന്നില്ല. 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ഒന്ന് പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നു. അവർ നിലയെങ്കി തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി. ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ എന്ന് നോക്കേണമെന്ന് പറഞ്ഞു. യോസഫിൻ്റെ പിതാവ് യാക്കോബ് അത് തിരിച്ചറിഞ്ഞു. ഇത് എൻ്റെ മകൻ്റെ അങ്കി തന്നെ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു. യോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. ഇങ്ങനെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ ഹൃദയത്തിൽ വന്ന ദുരാലോചനയ്ക്കനുസരിച്ച് അവർ പ്രവർത്തിക്കുകയാണ്. യോസഫ് തൻ്റെ സഹോദരന്മാരെ അടുക്കലെത്തിയപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കി അവർ ഊരി വാങ്ങുകയാണ്. എത്രമാത്രം ക്രൂരമായ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. വാസ്തവത്തിൽ തങ്ങളെ തേടി അപ്പൻ്റെ അടുക്കൽ നിന്ന് സുഖാന്വേഷണത്തിന് വന്ന ഇളയ അനുജനോട് ഇങ്ങനെയായിരുന്നു അവർ പ്രവർത്തിക്കേണ്ടിയിരുന്നത്? ഒരിക്കലുമല്ല. സ്നേഹത്തോടെ അവനെ സ്വീകരിക്കണമായിരുന്നു. അവൻ്റെ യാത്രയുടെ കാര്യങ്ങൾ അന്വേഷിക്കണമായിരുന്നു. തളർന്നു വരുന്ന അവന് വെള്ളവും ആഹാരവും നൽകണമായിരുന്നു. ജ്യേഷ്ഠന്മാരുടെ സ്നേഹത്തിൻ്റെ ചൂടും ചൂരും അവൻ അനുഭവിക്കണമായിരുന്നു. എന്നാൽ അവർ വളരെ ക്രൂരതയോട് പെരുമാറുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. സ്വർഗത്തിലെ ദൈവം നമ്മെ ദൈവത്തിൻ്റെ സഭയ്ക്കുള്ളിൽ ആക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ അടുക്കലേക്ക് വരുന്നവർ പ്രയാസപ്പെടേണ്ടതിനല്ല, മറിച്ച് അവർക്ക് ശരിയായ നിലയിലുള്ള കരുതൽ നൽകാനായിട്ടാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൂടിൻ്റെ നൈർമല്യത അവർക്ക് നൽകേണ്ടതിനാണ്. അപ്പോൾ തന്നെ വരികൾക്കിടയിൽ ഞാൻ മറ്റൊരു കാര്യം പറയാം. നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ആളുകൾ അവർ ദൈവസ്നേഹം നമ്മളിൽ നിന്ന് അറിയണം എന്ന് പറയുമ്പോഴും കർത്താവിൻ്റെ മുൻപാകെ വരുന്ന ഓരോ വ്യക്തിയും ദൈവവചനത്തിന് കീഴ്പ്പെടുകയും ദൈവവചനത്തിനനുസരിച്ച് ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും വേണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തട്ടെ. ജീവിതം ശരിയല്ലാതിരിക്കുകയും ദൈവത്തിന് കീഴ്പ്പെടാതിരിക്കുകയും ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുകയും ചെയ്തിട്ട് എനിക്ക് കരുതൽ അനുഭവിപ്പാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വ്യർത്ഥമായിട്ടുള്ള വിഷയമാണ്. ഞാൻ പറയുന്നത്, വചനം പറയുന്നത് ദൈവത്തിന് കീഴടങ്ങുക
കീഴടങ്ങുന്ന ഒരു വ്യക്തിക്കാണ്, ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല അനുഭവങ്ങൾ നൽകുവാൻ കൂട്ടു സഹോദരന്മാർക്ക്, ദൈവ ശുശ്രൂഷകന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ഇതാ യോസഫിൻ്റെ സഹോദരന്മാർ തങ്ങളുടെ അടുക്കിലേക്ക് വന്ന യോസഫിനെ വളരെ ക്രൂരമായ നിലയിൽ പെരുമാറി അവനെ വിഷമിപ്പിക്കുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. തുടർന്ന് അവർ ചെയ്ത വിഷയം നമുക്കറിയാം. ഒരു കോലാട്ട് കൊറ്റനെ അവർ കൊല്ലുകയാണ്. ആ രക്തത്തിൽ തങ്ങളുടെ സഹോദരൻ്റെ അങ്കിയെടുത്ത് അവർ മുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെത്രമാത്രം ക്രൂരതയുടെ കടന്നുകയറ്റമാണ്, എന്തുമാത്രം കാപട്യത്തോടെയുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. തങ്ങളുടെ പിതാവിൻ്റെ മുൻപിൽ അവർക്ക് നിൽക്കുവാൻ കഴിയാത്തതുകൊണ്ട് അപ്പനോട് കള്ളത്തരം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അവർ ചെയ്യുന്ന കുടിലമായിട്ടുള്ള ചരിത്രമാണ്, പ്രവൃത്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇടയിലൊരു കാര്യം പറയാം, ആ പ്രവൃത്തി വെളിപ്പെടുന്നൊരു ദിവസമുണ്ട് എന്ന് അവർ ഓർത്തില്ല. ഇന്ന് ദൈവമുൻപാകെ അരുതായ്മകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മറക്കരുത്, അത് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്, ദൈവം വെളിപ്പെടുത്തുന്നൊരു ദിവസമുണ്ട്. എന്നാൽ അതിനു മുൻപ് തന്നെ ജീവിതത്തിൻ്റെ ക്രമക്കേടുകൾ ദൈവമുൻപാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴുള്ള വിഷയം അടുത്ത ഭാഗത്തിൽ കർത്താവ് കൃപ തന്നാൽ നമുക്ക് ചിന്തിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങയുടെ കൈകളിൽ രക്തക്കറയുണ്ടോ? ആത്മീയ ജീവിതത്തിൽ അരുതായ്മകൾ പ്രവർത്തിക്കുന്നുണ്ടോ? കൂട്ടു സഹോദരന്മാർക്കെതിരെ ദൈവത്തിൻ്റെ ക്രമത്തിന് വിരോധമായി നീ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യോസഫിൻ്റെ സഹോദരന്മാരോട് ചേർന്ന് നിൽക്കുന്നയാളാണ് അങ്ങ് എന്ന് പറയാതിരിപ്പാൻ നിവൃത്തിയില്ല. നിൻ്റെ അടുക്കലേക്ക് വരുന്ന സഹോദരനെ ഉപദ്രവിക്കാതിരിപ്പാൻ, അവനെ കരുതുവാൻ, അവനെ സ്നേഹിപ്പാൻ, അവന് ശരിയായിട്ടുള്ള ദൈവികമായ സ്നേഹത്തിൻ്റെ ചൂട് നൽകുവാൻ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം അങ്ങയ്ക്ക് ആവശ്യമാണ്. അങ്ങയുടെ ജീവിതത്തിൽ ആശ്വാസമാണോ മറ്റുള്ളവർക്ക് പകരുവാൻ അങ്ങയ്ക്ക് കഴിയുന്നത്? അതോ ക്രൂരമായ നിലയിൽ നിൻ്റെ മാത്രം കാര്യം എന്ന ചിന്തയിലാണോ അങ്ങ് മുന്നോട്ട് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ സമയം തിരിച്ചു വന്നില്ലെങ്കിൽ വീണ്ടും പാപത്തിൽ നീ വീണുപോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ തെറ്റുകൾ തിരുത്താതിരുന്ന യോസഫിൻ്റെ സഹോദരന്മാർ വീണ്ടും വീണ്ടും തെറ്റുകളുടെ അടുത്ത പടികളിലേക്ക് കടക്കുന്ന ചരിത്രമാണ് ദുഃഖകരമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ സഹോദരി, ജീവിതത്തിൻ്റെ കുറവ് കർത്താവ് കാണിച്ചു തരുന്ന ഈ സമയങ്ങളിൽ അതിനെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മുന്നിലേക്ക് ശരിയായ നിലയിൽ പോകുവാൻ ദൈവം അങ്ങയ്ക്ക് കൃപ തരട്ടെ. അതിനായിട്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ വീഴുവാൻ ഈ സമയം വിനിയോഗിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തമ്പുരാൻ അങ്ങയെ അനുഗ്രഹിക്കട്ടെ.